പവർ കോർട്ട് റൂം നടക്കുന്നതിന് മുന്നേ ലൈവില് നമ്മുടെ റസ്മിനും നോറയും സിബിനും കൂടി ഒരു ചർച്ച നടത്തിയിരുന്നു. അതില് റസ്മിൻ പവർ ടീമിലുള്ള തന്റെ കോൺഫിഡൻസിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നുണ്ട്. ജിൻഡോ എന്ത് തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ ടീം ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഈ ആഴ്ച അങ്ങനെയല്ല. ജിൻഡോ എന്ത് തെറ്റ് ചെയ്താലും അതിനെതിരെ നിൽക്കുന്ന പവർ ടീമാണ് ഈ ആഴ്ച എന്നൊക്കെ പറയുന്നുണ്ട്. മുല്ലപ്പൂ കടകത്തിലെ ഗബ്രി ഇത്തവണ പവർ ടീമിലുണ്ട്. ആ കോൺഫിഡൻസിലാണ് റസ്മിൻ സംസാരിച്ചത്. പക്ഷെ റസ്മിൻ മനസ്സിലാക്കാത്ത ഒരു കാര്യം, റസ്മിനെ ഡയറക്ട് നോമിനേഷനിൽ ഇടാമെന്നൊരു ഐഡിയ പവർ ടീമിലെ മറ്റുള്ളവർക്ക് കൊടുത്തത് സത്യം പറഞ്ഞ ഗബ്രിയാണ്. അത് എടുത്തു കാണിച്ചൊരു കാര്യമാണ് എപ്പിസോഡിലൊക്കെ. ഗബ്രി അങ്ങനെ ഒരു കളി കളിച്ചു എന്നറിയാതെയാണ് റസ്മിൻ ഇത്തവണത്തെ പവർ ടീമിനെ കുറിച്ച് വലിയ കോൺഫിഡൻസിൽ സംസാരിക്കുന്നത്. പിന്നെ പവർ കോർട്ട് റൂമിൽ മോഡറേറ്റർ ആയിട്ട് ഇരുന്നതും ഗബ്രി അല്ല. ഗബ്രിയും ശരണ്യയും പിന്നെ മുടിയനും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി ശ്രീരേഖയുടെ തലയിൽ വെച്ച് കൊടുക്കുകയായിരുന്നു ആ ഒരു മോഡറേറ്റർ ഡ്യൂട്ടി. കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീമിന്റെ 7 അയലത്ത് പോലും വരാത്തൊരു പവർ ടീം ആയിരിക്കും ഈ ആഴ്ച എന്ന് ഈ ഒരു ഒറ്റ പവർ കോർട്ട് റൂം ടാസ്കിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി. അത് വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷെ അവിടെ ഉള്ളവരുടെ ഇടയ്ക്ക് ഗംഭീര പവർ ടീം എന്നൊരു പേരെടുക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ പവർ ടീം. പിന്നെ നോറയുടെയും റസ്മിന്റെയും ഈ ഒരു ചർച്ചയ്ക്കിടയിലേക്ക് സിബിൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ജിൻഡോയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എന്റെ ഗെയിമിൽ പുള്ളിയെ കൃത്യമായി പ്ലേസ് ചെയ്ത് പുള്ളിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് സിബിൻ പറയുന്നു. അപ്പൊ റസ്മിൻ പറയുന്നു അതൊക്കെ അയാൾ ഒരു ദിവസം നിങ്ങൾക്കെതിരെ എടുത്ത് ഉപയോഗിക്കുമെന്ന്. അപ്പൊ ഉടനെ സിബിൻ പറയുന്നു ജിൻഡോയ്ക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, നീ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് എന്റെ നേരെ പറയും. അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കാതിരിക്കുവാണോ എന്ന്. സിബിന്റെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇത്. സിബിന് നല്ല പേടിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ജിൻഡോയെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ പുറത്ത് നെഗറ്റീവ് ആണോ എന്ന് നല്ല പേടി ഉണ്ടായിരുന്നു പുള്ളിക്ക്. ആ പേടിയാണ് പുള്ളി ഇത്രയും ഡൗൺ ആവാൻ കാരണം. പേടി എന്നതിനേക്കാൾ ഉപരി ഒരു ഡൗട്ട് പുള്ളിക്കുണ്ട് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം. അതുകൊണ്ടാണ് മുല്ലപ്പൂ കടകത്തോട് അനുകൂലമായ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ച് സിബിൻ പുറത്തേക്ക് പോയത്. അങ്ങനെ സിബിൻ അവിടെ നിന്ന് നെഗറ്റീവ് ആവുന്നതിലും നല്ലത് പുറത്തേക്ക് വരുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മളൊക്കെ ഇപ്പോ നിലവിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് സിബിൻ. പുള്ളിയും ഇവരുടെ കൂടി മുല്ലപ്പൂവായി നെഗറ്റീവ് വരുന്നത് കാണാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. സിബിൻ മികച്ച ഗെയിം കാഴ്ചവെച്ച് തന്നെയാണ് ഈ 2 ആഴ്ചയും കളിച്ചത്. റസ്മിന്റെ കൂടെ ഇരുന്ന് ജിൻഡോയുടെ 2 കുറ്റം പറഞ്ഞു എന്ന് വെച്ച് സിബിന്റെ കോൺട്രിബ്യൂഷൻസ് ഒന്നും അല്ലാതൊന്നും ആവുന്നൊന്നുമില്ല. എന്തായാലും ഇന്ന് പവർ ടീമിനെ ഇളക്കി ജിൻഡോയെ പഞ്ഞിക്കിടാൻ പോയിട്ട് റസ്മിൻ വട്ടത്തിൽ 3G ആയത് കാണാൻ നല്ല രസമായിരുന്നു. ന്യായം തന്റെ ഭാഗത്താണെന്ന് തെളിയിക്കാൻ വന്നിട്ട് ജിൻഡോ ന്യായത്തെ പുള്ളിയുടെ ഭാഗത്താക്കി മാറ്റി. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീട്ടിൽ കാണാം.